മോനെ ഇങ്ങനെ ഓരോ ജനമായിട്ട് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലോ നമുക്ക് പേടിയാവുന്നു. ಕುഴಪುಂಡಾವಿಲ್ಲ. ಈಕೆ ಮೊಣಕಾಲಿನ ಕೆಳಗೆ ನೆರಗಳಿಗೆ ಪೆಟ್ಟು ಬಿದ್ದಿದೆ. 2 ವಾರ ರೆಸ್ಟ್ ಬೇಕಾಗುತ್ತೆ. ಪ್ಲಾಸ್ಟರ್ ಹಾಕ್ತೇವೆ. എന്തുവാ എന്തുവാ പറഞ്ഞേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാ കൊറേ നേരം ഏതാണ്ട് പറഞ്ഞല്ലോ. എല്ല് പൊട്ടിയിട്ടുണ്ടോ? ഏയ് അത് ഈ ഡോക്ടർമാരുടെ ഭാഷയെ പറഞ്ഞ മസിൽ ഫൈബർ ക്രാക്കിംഗ്. നമ്മുടെ ഭാഷ പറഞ്ഞാലോ? നമ്മുടെ ഭാഷയിൽ മുട്ടിന് താഴെ കണങ്കാലിന് കുറച്ച് മുകളിലായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അല്ലെ ഡോക്ടറുടെ ഭാഷ കേട്ടപ്പോഴേ ക്രാക്ക് എന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു കൊച്ചു താഴെ വീട് തലയിടിച്ച് വട്ടായി പോയെന്ന്. അല്ല മക്കൾക്ക് നേരത്തെ കുറച്ചുണ്ടല്ലോ ചുമ്മാ. അല്ല അമ്മ അങ്ങനെ വിചാരിച്ചു പോയത്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ഈ യാത്ര ചെയ്യാനും നടക്കാനൊന്നും പറ്റില്ല. ഓ അത്രേ ഉള്ളോ? അയ്യോ അപ്പൊ എന്റെ അരങ്ങേറ്റോ? ഉടനെ നടക്കത്തില്ല മോളെ. അതോ കല്യാണമൊന്നുമല്ലല്ലോ, അരങ്ങേറ്റമല്ലേ. ഇനിയിപ്പോ 2 ആഴ്ച മനസ്സമാനത്തോടെ ഇവിടെ തന്നെ താമസിക്കാമല്ലോ. വീൽ ചെയർ അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരെണ്ണെടുത്തോ. നീ ഈ നാഗവല്ലിയുടെ ഭാവം കളഞ്ഞേച്ചൊന്ന് അടങ്ങു വെച്ചേ. ഉണ്ടക്കണ്ടെടുത്ത് അകത്ത് പോയി. ആദ്യമായിട്ടാ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന ഒരാളെ ഇങ്ങനെ ആശുപത്രി കൊണ്ടുവരേണ്ടിയിരുന്നു. ഓ അത് സാരമില്ല, ശീലമായിക്കോളും. പ്രഭാകർ സാറ് ഇങ്ങോട്ടെങ്ങാനും? ഇല്ല അങ്ങേരുടെ കാലടിഞ്ഞ് കിടക്കുക. എന്തുപറ്റി? ഓ അതോ അതിലേന്ന് വീണതാ. പട്ടി ഓടിച്ചു കയറ്റിയതാ. അയ്യോ എന്തോന്നയ്യോ, ചുമ്മാ കിടക്കുന്ന പട്ടിയെ കല്ലെറിഞ്ഞത് വെറുതെ വിടുവോ? ഏതായാലും കഴിക്കാനുള്ള സന്മനസ് ആ പട്ടിയെ കാണിച്ചില്ലെന്നുള്ള ആവശ്യം.